സ്വലാത്തു വസ്സലാമു അലാ റസൂൽ. പ്രിയങ്കരനായ ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സക്കരിയ സ്വലാഹി സാഹിബ് അവറുകളെ, ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജനാബ് സജീർ സാഹിബ് കല്ലമ്പലം, വേദിയിൽ ഉപരിഷ്ഠരായിട്ടുള്ള ഹിയ കല്ലമ്പലം, മീൻ സാഹിബ് ഭീമാപ്പള്ളി, മുഹമ്മദ് സാഹിബ്, മുസ്തഫ കരമന തുടങ്ങി മറ്റ് KNMന്റെയും ISMന്റെയും MSMന്റെയും എല്ലാം നേതാക്കന്മാർ, അസ്സലാമു അലൈക്കും. കേരളത്തിൻ്റെ ഈ തലസ്ഥാന നഗരിയിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ISM ജനകീയ സംവാദം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ 2-3 മാസങ്ങളായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രവാചകൻ നിന്ന പ്രതികാരമല്ല പ്രതിവിധി എന്ന വിഷയം മിക്ക സ്ഥലത്തുകളിലും ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. ധാരാളം പണ്ഡിതന്മാരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാരുമെല്ലാം ഇത്തരം സംവാദങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പ്രവാചകന്റെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവരുടേതായ അറിവ് വെച്ച് കുറേ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഈ അറ്റം വരെയുള്ള തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ മണ്ഡലാടിസ്ഥാനത്തിലും അതുപോലെ ജില്ലാ തലത്തിലുമെല്ലാം ഇത്തരം പരിപാടികൾ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ മാതൃകയാക്കാതെ മുസ്ലിമായി ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കേരളത്തിൽ മൗദൂദി സാഹിബുമായിട്ടുള്ള ചില ചർച്ചകൾ മർഹൂം ഉമ്മർ മൗലിയെ പോലെ, മർഹൂം AP അബ്ദുൽ മൗലവി സാഹിബിനെ പോലെ, അതുപോലെ മുൻകാലത്തുണ്ടായിരുന്ന പല പണ്ഡിതന്മാരും ചർച്ച നടത്തിയപ്പോൾ പ്രവാചകനെ നിരുപാധികം അനുസരിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവിടെ ഒരു ഉപാധി ഇല്ല, ഉപാധിക്ക് അവകാശവുമില്ല. പരിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ നമ്മൾ ആരുടെയും കൈവശം വാങ്ങിയിട്ടില്ല. പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് 23 വർഷങ്ങൾ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ദൂതന്റെ വഴിയായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത മഹത്തായ ഗ്രന്ഥമാണ് മുസ്ലിം ലോകം കഴിഞ്ഞ 1400-ലധികം വർഷങ്ങളായി നമ്മുടെ അടിസ്ഥാന പ്രമാണമായി നാം കൊണ്ടുപോകുന്നു. എവിടെ പരിപാടികൾ നടന്നാലും അതിനൊരു അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനം നമ്മളുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും പരിശുദ്ധ ഖുർആനുമാണ് നാം പിൻപറ്റുന്നത്. പ്രവാചകൻ തന്നെ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നമുക്ക് പറഞ്ഞു തന്നത് കാര്യം നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ സുന്നത്തും. ഇതിനെ ആര് മുറുകെ പിടിച്ചോ ആ ആൾ വിജയിച്ചു. പരലോകത്തും ഇഹലോകത്തും വിജയിക്കാം. ഏറ്റവും വലിയ വിജയം പരലോകത്തും. ഇഹലോകത്തും വിജയിക്കാനുള്ളൊരു മാർഗം തന്നെയാണ്. ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മിൽ നിന്ന് നാം ഓരോരുത്തരും ശ്രമിക്കുക.
പിൻപറ്റേണ്ടതുണ്ട്. കേരളത്തിൽ സംഘടിതമായി പ്രവർത്തിക്കുന്ന, പക്ഷെ അതിന് 2020 മുതൽ എങ്ങനെയാണ് പ്രവാചകന്റെ മാതൃക പിൻപറ്റേണ്ടതെന്ന് നമുക്കറിയാം. ജീവിതത്തിൽ ഏതൊരു മുസൽമാനെ സംബന്ധിച്ചും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ആദ്യമായി നാം പറയുന്നത് പ്രവാചകന്റെ മാതൃക പിൻപറ്റുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു തീരുമാനമാണ് നാം കൈക്കൊള്ളേണ്ടത്. പരിശുദ്ധ റമദാൻ മാസം സമാഗതമാകുകയാണ്. വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പ്രവാചകൻ നിർദ്ദേശിച്ചുകൊണ്ട് എൻ്റെ ചര്യ നിങ്ങൾ പിൻപറ്റുക. അപ്പൊ ആ നിലയിൽ രാത്രി നമസ്കാരങ്ങളായാലും മറ്റ് അമലുകളായാലും എല്ലാം സ്വീകരിക്കപ്പെടുവാൻ അർഹമായി തീരുന്നത് ഈ പ്രവാചകചര്യയുടെ മാത്രമാണ്. നമുക്കിഷ്ടമുള്ള പോലെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം എന്നാരെങ്കിലും തീരുമാനിച്ചാൽ അതിന് ഒരു അടിസ്ഥാനവുമില്ല. റജബ് മാസം വരുമ്പോൾ മേറാജ് ദിനവും, ശഅബാൻ മാസം വരുമ്പോൾ ബറാത്ത് രാവും, അതിനെ തുടർന്നുള്ള മൗലൂദും റാത്തീബും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിർബാധമാണ്. അവിടെ നാം ഉൾക്കൊള്ളേണ്ട തത്വം ഇത്തരം കാര്യങ്ങൾ പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് പ്രവാചകനിൽ മാതൃക ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പിൻപറ്റാൻ കഴിയണം. പ്രവാചക മാതൃക ഇല്ലെങ്കിൽ നാം അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ള നമ്മുടെ സഹോദര സമുദായങ്ങൾക്കിടയിൽ, അതുപോലെ നമ്മുടെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്കിടയിൽ ഈ ദൗത്യം നാം നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്രവാചകനെ നിന്ദിച്ചതിനെ സംബന്ധിച്ച് നാം എങ്ങനെയാണത് പ്രതികരിക്കേണ്ടതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പ്രവാചകന്റെ ജീവിതകാലത്ത് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ നമസ്കരിക്കുന്ന സമയത്ത് കുടൽമാല എറിഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനും, അതുപോലെ വിഷം കലർന്ന ഭക്ഷണം നൽകി അദ്ദേഹത്തെ മരണപ്പെടുത്താനും, അതുപോലെ യുദ്ധങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലുമെല്ലാം വളരെ വിഷമങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താനും എല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ധാരാളം പ്രസംഗങ്ങളിലൂടെയും കുത്തുബകളിലൂടെയും കാസറ്റുകളിലൂടെയും എല്ലാം കേട്ടതാണ്. എന്നെ സംബന്ധിച്ചൊന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ പ്രവാചകന്റെ മാതൃക മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. തായിഫിൽ വെച്ച് പ്രവാചകനെ ക്രൂരമായി മർദ്ദിക്കുകയും കല്ലുകൾ കൊണ്ട് എറിയുകയും ചെയ്ത് ചോര ഒഴുകിയ സമയത്ത് പ്രവാചകൻ അവിടെയും അവർക്കെതിരെ പ്രാർത്ഥിക്കാതെ അവർക്ക് കൂടുതൽ ഇതായ ചില അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിധികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ മറ്റ് സമുദായത്തോട് നീതിപൂർവമായ തീരുമാനം എടുക്കേണ്ടത് എല്ലാവരുടെയും ഒരു കർമ്മമാണ്, കാര്യമാണ്. മറ്റ് സമുദായങ്ങളിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള അവരാദരിക്കുന്ന ആൾക്കാരെ നിന്ദിക്കുവാനോ അവരെ സംബന്ധിച്ച് അനാവശ്യങ്ങൾ പറയാനോ ഒരു മുസ്ലിം എനിക്ക് പാടില്ല എന്നുള്ളത് പ്രവാചകൻ വളരെ വ്യക്തമായി കൽപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ജൂതന്റെ ശവശരീരം, മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന്
അതിനെ ആദരിച്ചത് നമ്മളെല്ലാവരും സർവ്വസാധാരണമായി കേൾക്കാറുള്ള ഒരു സംഭവമാണ്. പ്രവാചകൻ അത് അങ്ങനെ ചെയ്തപ്പോൾ അനുചരന്മാർ ചോദിച്ചു, അതൊരു ജൂതന്റെ മൃതദേഹമല്ലേ, നമ്മളതിൽ നീറ്റ് നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും മറ്റു സമുദായക്കാരോട് നമ്മൾ നിന്ദിത കാണിക്കരുത്, എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന്. പ്രത്യേകിച്ച് ജീവനുള്ള എല്ലാ മൃഗങ്ങളോടായാലും മനുഷ്യരോടായാലും ജീവികളോടായാലും കരുണ കാണിക്കുവാനാണ് പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ളത്. ഒന്നിനെയും അക്രമമായി കൊല്ലുവാനോ നശിപ്പിക്കുവാനോ പ്രവാചകൻ ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല. അതുപോലെ യുദ്ധാവസരങ്ങളിലൊക്കെ സന്യാസിമാരും അതുപോലെ ആരാധനകളുമുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഇതൊന്നും ഞാൻ ഇവിടെ പറയേണ്ട വിഷയമല്ല, കാരണം നമ്മുടെ ബഹുമാന്യനായ അനസ് മൗലവി സാഹിബ് വളരെ സുദീർഘമായി നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. എന്നിരുന്നാലും മതമൈത്രിയുടെ ഒരു നാടാണ് നമ്മുടെ ഈ കേരളം. കേരളത്തെ നമ്മൾ മൊത്തത്തിലൊന്ന് പരിശോധിച്ചാൽ ക്രിസ്ത്യാനികളും ഹൈന്ദവരും മുസ്ലിങ്ങളും മറ്റ് സമുദായങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് സ്നേഹവും സൗഹാർദ്ദവും പരസ്പരം പകർന്നു നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊച്ചു കേരളം. ഇതിൻ്റെ ഇത്തരം സ്ഥലങ്ങളിൽ പോലും തീവ്രവാദപരമായും അതുപോലെ തന്നെ ഭീകരവാദങ്ങളും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം മാറ്റിമറിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനങ്ങളിൽ ചില ന്യൂനപക്ഷ ആൾക്കാരിൽ നിന്ന് പോലും വന്നു പോകുന്നുണ്ട് എന്നുള്ളത് ലജ്ജാകരമായ കാര്യമാണ്. അത് വളരെ തെറ്റായ പ്രവർത്തനമാണ്. ഒരുപക്ഷെ 2-3% ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ മറ്റ് ജാതി മതസ്ഥർ ചിന്തിക്കുന്നത് ഇതാണോ ഇസ്ലാം, മറ്റുള്ളവരോട് കാരുണ്യത്തോടെ പെരുമാറാൻ പറഞ്ഞിട്ടുള്ള പ്രവാചകൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ജനങ്ങളോട് പറയുകയില്ല എന്നുള്ളത് നാം ചിന്തിക്കുകയും പരിധി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും വർഗീയമായ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, തീവ്രപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനപരമായ ഒരു സന്ദേശം നൽകുവാൻ നമ്മുടെ സഹോദരന്മാർ പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്ലാമികമായ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശിർക്ക്പരമായ വിശ്വാസങ്ങൾ, ഉറൂസ് വിശ്വാസങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ല. പ്രവാചകന്റെ ഖബർ പരിശോധിച്ചാൽ ഒരിക്കലും അവിടെ കെട്ടിപ്പൊക്കിയിട്ടില്ല. ചില പ്രത്യേക കാരണങ്ങളാൽ അവിടെ അതിന് ചില പ്രത്യേകമായ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മദീനത്ത് ലക്ഷക്കണക്കിന് സഹാബിമാരും വലിയ വലിയ ആലിമീങ്ങളും മരണപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഒരിടത്ത് പോലും ഒരു കല്ല് പോലും വെച്ചിട്ടില്ല. നമ്മളൊക്കെ നേർക്ക് നേരെ പോയി കാണുന്ന കാര്യമാണ്. ഉഹദിലായാലും ബദറിലായാലും നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കെല്ലാം അറിയാം, 2-3-4 മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ ദീർഘകാലം ഭരണം നടത്തിയ അബ്ദുള്ള രാജാവ് മരണപ്പെട്ടു. അതിനു മുമ്പും ഫൈസൽ രാജാവ്, അതുപോലെ ഫഹദ് രാജാവ്, ഇതെല്ലാം അവിടെ മരണപ്പെടുകയുണ്ടായി. ഒരിക്കലെങ്കിലും നിങ്ങൾ സൗദി അറേബ്യ സന്ദർശിക്കുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ രാജാക്കളുടെ മഖ്ബറകൾ ഒരിക്കലും കെട്ടിപ്പൊക്കാറില്ല, ഒരു ആചാരവുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ സന്ദർശനം എത്തിയത് ആ സമയത്തായിരുന്നു, ഇതിന്റെ അനുശോചനം അറിയിക്കാൻ. ഇന്ത്യയിലെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം സൗദി അറേബ്യയിലെത്തി. പക്ഷേ
സൗദി അറേബ്യയിൽ അദ്ദേഹം എത്തിയ സമയത്ത് കൃത്യമായ ബാങ്ക് വിളി മുഴങ്ങിയപ്പോൾ ഇന്നത്തെ ഭരണാധികാരി സൽമാൻ രാജാവ് നമസ്കരിക്കാനുള്ള ഒരു അനുവാദം അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ചെറിയ ഒരു ഇടവേള 5-10 മിനിറ്റ് എടുത്തുകൊണ്ട് ആ ബാങ്കിന് പോയി അദ്ദേഹം നമസ്കരിക്കാൻ മുന്നോട്ട് അദ്ദേഹം പോയത് ധാരാളം മാധ്യമങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ പ്രചരിച്ചൊരു വസ്തുതയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുക എന്നുള്ളൊരു അവധി ലോകത്ത് ഒരു ശക്തിയോടും അഭൗതികമായ രീതിയിലുള്ള ഒരു തലകുനിക്കലും പാടില്ല എന്നുള്ളത് വാസ്തവമാണ്. ധാരാളം ഉറൂസുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ തിരുവനന്തപുരം പ്രദേശത്ത് തന്നെ ചില ഭാഗങ്ങളിൽ ഉറൂസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നത് എനിക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തൊട്ടടുത്ത കൊല്ലം ജില്ലയിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ഇവിടെ ധാരാളം ഉറൂസുകൾ ഇവിടെ നടന്നുണ്ട്. എന്താണ് അതിന് അടിസ്ഥാനമെന്ന് ആർക്കും അറിഞ്ഞു? മഹാന്മാരായിട്ടുള്ളവർ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു പോയിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ളവർ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. പക്ഷേ അവരോട് വസീല തേടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പ്രവാചകൻ നിന്നെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾ ഇതിലേക്ക് മടങ്ങിയെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തിരുവനന്തപുരം ഭാഗത്ത് നമ്മുടെ സെന്റർ സ്ഥാപിച്ചു. മർഹൂം KP അബ്ദുൽ ഖാർ മൗലവി സാഹിബ്, അതുപോലെ അഹമ്മദ് അലി മദനി സാഹിബ്, അലി അബ്ദുൾ റസാഖ് മൗലവി സാഹിബ്, അതുപോലെ ഞാനിവിടെ രാഷ്ട്രീയക്കാരുടെ പേര് പറയുന്നില്ല, KPA മജീദ് സാഹിബ്, PK കുഞ്ഞാലി കുട്ടി സാഹിബൊക്കെ, AV അബ്ദുറഹ്മാൻ ഹാജി സാഹിബൊക്കെ അതിലേക്ക് കൂടുതൽ താല്പര്യം കാണിച്ച ആൾക്കാരാണ്. ഇവിടെ ഒരു സ്ഥാപനം ഉയർന്നു വരാൻ അതിനുവേണ്ടി ശ്രമിച്ചവരാണ്. യാഥാർത്ഥ്യം അതായിരുന്നു. പക്ഷെ ആ ഒരു ഇവിടുത്തെ ആ പള്ളി വന്നു കഴിഞ്ഞപ്പോൾ വമ്പിച്ചൊരു മാറ്റമാണ് ഈ ജില്ലയിൽ വന്നത്. ജനങ്ങൾ വളരെയധികം പേർ ഈ സംഘടനയുമായി ബന്ധപ്പെടാനും സത്യം മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു മെമ്പർ കിട്ടി, ആ മെമ്പർ മറ്റു രീതിയിലേക്ക് ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ച ചില സംഭവ വികാസങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ പ്രശ്നങ്ങളാണ്. അത് അതിൻ്റെതായ സത്യാവസ്ഥയിലേക്ക് അള്ളാഹു അത് കൊണ്ടുവരും എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം അത് സ്ഥാപിച്ച ഉദ്ദേശം ശരിയായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനം ആ ലക്ഷ്യത്തോടു കൂടി നിലകൊള്ളുകയും അതിൻ്റെ പ്രകാശവും അതിൻ്റെ പരിമളവും അതിൻ്റെ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഖിയാമത്ത് നാൾ വരെയും നാം ബാധ്യസ്ഥരാണ്. ആ നിലയിലേക്ക് നാം ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരി കേരളത്തിലെ ഏറ്റവും ഉന്നതമായൊരു പ്രദേശമാണ്. ഈ ഭാഗത്ത് വിദ്യാസമ്പന്നരായ, അഭ്യസ്തവിദ്യരായ, സാക്ഷരത ഉള്ള ഒരു നല്ല സമൂഹമുണ്ട്. ആ നിലയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരോട് നമ്മൾ വളരെ സാവധാനത്തോടും യഥാർത്ഥമായ വിശ്വാസത്തോടും കൂടി ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശം പറഞ്ഞു കൊടുക്കുവാൻ ഒരു സമൂഹം ഉണ്ടാകേണ്ടതുണ്ട്. എനിക്കറിയാം, ഇവിടെ ഹനീഫ സാഹിബൊക്കെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ പലരുമുണ്ട്. പഴയ തലമുറയിൽപ്പെട്ടവരുണ്ട്, പുതിയ തലമുറയിലുള്ളവരുണ്ട്. പലരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. അവർക്കൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, സത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ആ ഒരു രീതിയിലേക്ക് വേണം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.
അതുകൊണ്ട് എല്ലാ നിലയിലും പ്രശംസനീയവും ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സക്കരിയ സാഹിബിൻ്റെ നേതൃത്വമുള്ള ISM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രശ്നം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും പ്രവാചകന്റെ മാതൃക 100% ഉൾക്കൊള്ളാനും ഉള്ള ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. യാതൊരു വിഭാഗീയതയും കൂടാതെ ജനങ്ങളെ ഒറ്റപ്പെടുത്താതെ പരസ്പരം കൂട്ടി നിർത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ശരിയായ തൗഹീദ് ഉൾക്കൊള്ളാനുള്ള ഒരു മാർഗം നാം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ ശ്രമത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണം. ഇവിടെ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഇവിടെ നമ്മുടെ ഈ രംഗത്ത് പുറത്തു നിൽക്കുന്ന പല പണ്ഡിതന്മാരും സുഖമില്ലാതിരിക്കുന്നവരുണ്ട്, അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉള്ളവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും നിങ്ങളെല്ലാ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എല്ലാവരെയും അനുമോദിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين ربنا تقبل منا إنك أنت السميع العليم. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അല്ലാഹുവിന്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായിട്ട് ഈ ജനകീയ സംവാദത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് M. യഹിയ സാഹിബ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ സജീർ കല്ലമ്പലം, ബഹുമാന്യനായ ഉദ്ഘാടകൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ H. E. മുഹമ്മദ് ബാബു സേട്ട്, ISM ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. K. സക്കരിയ സലാഹി, KNM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അമീൻ ഭീമാപള്ളി അവർകൾ, അതുപോലെ മറ്റ് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ പ്രവാചക നിന്ദ പ്രതികാരമല്ല എന്ന വിഷയത്തിൽ വളരെ വിജയകരമായ നിലയിൽ ജനങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ അതിന് പ്രതികരിക്കേണ്ടത് എന്ന് പ്രവാചകന്റെ അധ്യാപനങ്ങളും ഖുർആന്റെ അധ്യാപനങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവാചക നിന്ദ പ്രതികാരമല്ല പദ്ധതി എന്ന വിഷയത്തിൽ സംസാരിച്ച് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ സംരംഭം ഏറ്റെടുത്തിട്ടുള്ളത്. നാം ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ലോക മുസ്ലിങ്ങളുടെ തന്നെ അവരുടെ ഓരോ വ്യക്തികളുടെയും ജീവനേക്കാൾ അവർ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ്. ആ രീതിയിലാണ് ഇസ്ലാമിന്റെ പഠനവും പ്രവാചകന്റെ അധ്യാപനങ്ങളും. ഇസ്ലാമിന്റെ പ്രവാചകത്വത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ പ്രവാചകനും ഇസ്ലാമിനും എതിരായി ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് അക്രമങ്ങളും പ്രവാചകന്റെ മക്ക ജീവിതത്തിലെടുത്താൽ 100 കണക്കിന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത നിലയിൽ ഇവിടെ ബഹുമാന്യനായ ബാബു സേട്ട് കുറേ വിഷയങ്ങൾ പറഞ്ഞു. അതിലെല്ലാം പ്രവാചകൻ എടുത്ത നടപടികൾ, പ്രവാചകൻ അതിനെല്ലാം എങ്ങനെയാണ് അതിന് പ്രതിവിധി കണ്ടെത്തിയത്, ആ അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ഈ ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ എടുത്തു ചാടാത്ത നിലയിൽ വിവേകത്തോടുകൂടി ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇസ്ലാമിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രവാചകൻ എടുത്ത തീരുമാനങ്ങളും പ്രവാചകൻ എടുത്ത നടപടികളും എന്തായിരുന്നു എന്ന് ജനങ്ങളെ അറിയിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നാം അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ നമ്മൾ പ്രതികാരം ചെയ്തുകൊണ്ട് ആളുകളെ കൈവെട്ടാനും കാലുവെട്ടാനും, അതുപോലെ തന്നെ ലോകത്തെന്ന് നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ലോകത്ത് ഇസ്ലാമിന്റെ വ്യാപനം അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പൊ അവർക്ക് അതിനെ എങ്ങനെയെങ്കിലും ഇസ്ലാമിന്റെ വളർച്ചയെ തടയിടാൻ വേണ്ടി അവര് പുതിയ പുതിയ അക്രമ പ്രവർത്തനങ്ങൾ
ഇസ്ലാമിന്റെ എതിരായിട്ട് നമ്മളെ അക്രമമാർഗത്തിലേക്ക് വലിച്ചിഴക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും കൊണ്ടുവരത്തക്ക രീതിയിൽ അവര് സാമ്രാജ്യത്വ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ കുറെ സംഘടനകൾ ഇന്ന് തന്നെ നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ വളരെ വേദനയും പ്രയാസവും ഉണ്ടാകുന്ന രീതിയിൽ കുറെ മുസ്ലിം സംഘടനകൾ, അൽ ഖായിദ, IS, താലിബാൻ, അതുപോലുള്ള കുറെ സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇസ്ലാമിന്റെ പേരിലല്ല, അതൊന്നും ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ അവരെയൊന്നും വയ്ക്കാനും നമുക്ക് കഴിയില്ല. നമ്മൾ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവിടെ നടക്കുന്ന ഈ പരിപാടി സശ്രദ്ധം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരത്തിനായിട്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.